بسم الله الرحمن الرحيم. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന 3 ദുആയുണ്ട്. പടച്ചവന്റെ പൊരുത്തം കിട്ടാനുള്ള 3 ദുആയുണ്ട്. അള്ളാന്റെ റസൂല് അധികരിപ്പിച്ച 3 ദുആയാണ്. അള്ളാന്റെ കരുണ കിട്ടാനുള്ള 3 ദുആയാണ്. ഈമാനോടെ മരിക്കാനുള്ള 3 ദുആയാണ്. എന്റെ സഹോദരിമാരെ, ഈമാനോടെ നിങ്ങൾക്ക് മരിക്കണമോ? അള്ളാന്റെ കൃപ കിട്ടണമോ? റബ്ബിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടണം. പ്രതീക്ഷ നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹു ദുനിയാവിൽ ഇഷ്ടപ്പെടുന്ന 3 ദുആ ഏതാണെന്നറിയോ? പാതിരാക്കും എഴുന്നേക്കും മക്കള്, എന്റെ വയല് കേൾക്കുന്ന തോട്ടത്തിലെ ഉമ്മമാര്, എന്തൊക്കെ ആഭാസകരങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം പറയുന്നു, ഒരു പെണ്ണിന്റെ നിശ്ചയം നടക്കുമ്പോ 100 ആളുകൾ പോയിട്ട് ആ പെണ്ണിനെ നോക്കുകയാണ്. അത് ബീച്ചുകളിലും പാർക്കുകളിലും നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാറയുടെ വലുപ്പമുള്ള മിഠായികൾ കൊടുത്തിട്ട് അഹങ്കരിക്കുന്ന സമുദായമേ, നിങ്ങൾക്ക് അഹങ്കരിക്കുന്ന സമുദായത്തിലെ ചില ആളുകള് എന്നിട്ടത് പരസ്യപ്പെടുത്തുകയാണ്, അത് വീഡിയോ ക്ലിപ്പാക്കി മാറ്റുകയാണ്, എന്നിട്ടത് ഷെയർ ചാറ്റ് ചെയ്യുകയാണ്. അതേ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ 10,000 വരുന്ന ആളുകൾക്ക് വിളമ്പുന്നവര്, എന്തൊഴുപ്പില്ലാത്ത സ്വഭാവമാണ്. ഇതൊക്കെ രഹസ്യമായി നടക്കേണ്ട വിഷയമല്ലേ? എന്റെ വാള് കേൾക്കുന്ന ഉമ്മമാരെ, ഇല്ലേ നിങ്ങൾക്കും മക്കളില്ലേ? കല്യാണം കഴിയാന് ഒരു പെണ്ണിനെ നോക്കാൻ വേണ്ടി വരുമ്പോ ആ പെണ്ണിനെ ആരാണ് നോക്കേണ്ടത്? ആ കെട്ടാൻ വരുന്ന ചെക്കനല്ലേ നോക്കേണ്ടത്? എന്നിട്ടോ ഒരുപാട് ആണുങ്ങളെയും കൂട്ടിയിട്ട് പാർക്കുകളിലായി, ബീച്ചുകളിലായി, മക്ബറകളിലായി, ഹോസ്പിറ്റലുകളിലായി, ടൗണുകളിലായി കൊണ്ട് സഹോദരങ്ങളെ, എന്നിട്ടോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിലപിടിപ്പുള്ള എത്രയോ വലിയ കേക്കുകൾ കൊടുക്കുകയാ. 10,000-ന്റേത്, 20,000-ന്റേത്. ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. ഇനി അങ്ങനെ ചെയ്തെന്നിരിക്കട്ടെ, എന്നിട്ട് ലോകം മുഴുവനും ലൈവായി കാണിച്ചു കൊടുക്കുന്നവരില്ലേ? ഷെയർ ചാറ്റിലൂടെ നിന്റെ മകളുടെ ഫോട്ടോ കാണിക്കുകയാ, മിഠായി വിളമ്പുന്നത് കാണിക്കുകയാണ്, മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കുകയാണ്. ഉമ്മമാര്, ഇത് കണ്ടിട്ടല്ല നിങ്ങൾ ആസ്വദിക്കേണ്ടത്, ഇതിന് വേണ്ടിട്ടല്ല സമയം ചെലവഴിക്കേണ്ടത്. നാളെ മരിച്ചു പോകുമല്ലോ, പള്ളിക്കാട്ട് പോയിട്ട് കിടക്കേണ്ടി വരുമല്ലോ. 3 ദുആ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഏതാണ് ഹബീബ് ചെയ്ത ദുആ എന്നറിയോ? മറക്കല്ലേ തോട്ടത്തിലെ ഉമ്മമാര്, മറക്കല്ലേ ബാപ്പമാര്, മറക്കല്ലേ ചെറുപ്പക്കാരാ. പ്രായമായാൽ നിനക്ക് ഖുർആൻ ഓതാൻ കഴിയില്ലടാ. അന്ന് നീ കണ്ണട വെച്ചിട്ട് തപ്പാൻ തുടങ്ങുന്ന സമയമാണ്. പ്രായമായാൽ നിനക്ക് പള്ളിക്ക് പോകാൻ കഴിയില്ലോ. അന്ന് നീ വടികുത്തിയിട്ട് പോവുകയാണ്. പ്രായമാവട്ടെ എന്നിട്ട് റബ്ബിലേക്ക് മടങ്ങാമെന്ന് കരുതുന്നവര്, അന്ന് നിനക്ക് 8 അവയവങ്ങൾ വെച്ചിട്ട് സുജൂദ് ചെയ്യാൻ കഴിയില്ല. നീ കസാരയിൽ വെച്ച് നിസ്കരിക്കുന്നവനായി മാറുന്നതാ. അതുകൊണ്ട് ഈ 3 ദുആ പഠിച്ചു വെച്ചോ. ഒന്നേതാണെന്നറിയോ? 8 അവയവങ്ങൾ സുജൂദിൽ വെച്ചിട്ടെന്ന് പറഞ്ഞോ. اللهم إني أسألك حسن الخاتمة. പടച്ചവനെ, നിന്റെ മരണത്തെ ഞാൻ ചോദിക്കുന്നു അല്ലാ. എന്തറിഞ്ഞു നമ്മുടെ മരണങ്ങള്? എത്ര മയ്യത്തുകളാണ് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞത്? എന്ത് മരണമാണ് നോക്കാൻ കഴിയുന്നില്ല. കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു, നോവ് കടിച്ചിരിക്കുകയാണ്, അറപ്പ് തോന്നുകയാണ്. രാത്രി വീട്ടില് ഒറ്റയ്ക്കിരുന്നിട്ടിങ്ങനെയാണ്, റബ്ബേ എന്ത് മുഖമാണ് ഞാൻ കണ്ടുപോയത് അല്ലാ. നിസ്കരിക്കുമ്പോൾ അവിടെ മുഖം വരികയാണ്, നടക്കുമ്പോൾ വരികയാണ്. അതേ സമയത്ത് നീ ഒരു മുഖം കാണുകയാണ്, കണ്ടാൽ പിന്നെയും പിന്നെയും ചുംബനം വെക്കാൻ തോന്നുന്ന മുഖം. ആ മുഖം നിനക്ക് ടെൻഷൻ അടിക്കുന്നില്ല, നിനക്കത് സൗരഭ്യമായിട്ട് മാറുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, എങ്ങനെ മരിക്കൂന്ന് പറയാൻ കഴിയില്ല. ഈ അടുത്താണ് 55 വയസ്സുള്ള ഒരു ഉമ്മുമ്മ, 55 വയസ്സുള്ള ഒരു ഉമ്മുമ്മ ആത്മഹത്യ ചെയ്ത സഹോദരിമാര്. എവിടെ എത്തി കാലം? എവിടെ എത്തി മരണം? എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ. എന്തുണ്ടായിട്ടെന്റെ സഹോദരങ്ങള്, ആഖിബത്ത് നന്നായിട്ടില്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ? അതുകൊണ്ട് കിടന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണേ. അല്ലാഹുമ്മ ഇന്നി
അസ്അലുക ഹുസ്നൽ ഖാതിമ. പടച്ചവനെ മോശമായ മരണത്തിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്, മോശമായ മരണത്തിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്. കണ്ടില്ലേ, ഹുനൈൻ യുദ്ധം നടക്കുകയാ. ഹുനൈൻ യുദ്ധം നടന്ന സമയത്ത് ഒരു സഹാബി പോയിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന മനുഷ്യന്റെ യുദ്ധം കണ്ടു നബിയേ, വല്ലാത്ത യുദ്ധമാണ്, വല്ലാത്ത ആവേശമാണ്, വല്ലാത്ത താല്പര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാ. ഹുനൈനിൽ പങ്കെടുത്ത ഒരാളെ കുറിച്ചാ പറഞ്ഞത്, അവൻ നരകത്തിലാ, നരകത്തിലാ. സഹാബിക്ക് അത്ഭുതമായി പോയി, സഹാബി അത്ഭുതപ്പെട്ടു പോയി. കുറച്ചു കഴിഞ്ഞപ്പോ യുദ്ധം അരങ്ങേറുകയാണ്. എത്രയോ ശത്രുവിന്റെ തലകൾ യുദ്ധക്കളത്തിൽ വീണ് ഉരുളാൻ തുടങ്ങിയപ്പോ വീണ്ടും പോയിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞില്ലേ ഹബീബേ, ആ മനുഷ്യന്റെ യുദ്ധം വല്ലാത്ത യുദ്ധമോ. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാ, അവൻ നരകത്തിലാ. മൂന്നാമതും ആ സഹാബി വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ വാക്ക് അല്ലാഹു സത്യമാക്കിയിരിക്കുന്നു നബിയേ. ഹുനൈൻ യുദ്ധത്തിൽ ആ മനുഷ്യന് വീണുപോയി, അയാളുടെ പള്ളയിലൊരു മുറിവ് വന്നുപോയി. ആ മുറിവ് സഹിക്കാൻ കഴിയുന്നില്ല അയാൾക്ക്. അയാൾ പിടയാൻ തുടങ്ങുകയാ, പുളയാൻ തുടങ്ങുകയാ. എന്തോ മോശമായ വാക്ക് പറഞ്ഞിട്ട് ഹുനൈൻ യുദ്ധക്കളത്തിൽ അമ്പെടുത്തിട്ട് വയറ്റിലേക്ക് അങ്ങോട്ട് കുത്തുകയാ. ഹുനൈൻ യുദ്ധക്കളത്തിൽ ആത്മഹത്യ ചെയ്യുകയാ. എന്റെ സഹോദരങ്ങളെ കണ്ടില്ലേ, വർഷങ്ങൾക്ക് മുമ്പല്ലേ തിരൂര് വെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ തിയേറ്ററിൽ വെച്ച് മരിച്ചത്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരന് തിരൂരിലെ സിനിമാ തിയേറ്ററിൽ വെച്ച് മരിച്ചില്ലേ. രാത്രിയായിട്ട് ചെറുപ്പക്കാരനെ കാണുന്നില്ല. കുടുംബക്കാർ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അന്നേരമാണ് അയൽവക്കത്തെ ഹൈന്ദവ സഹോദരൻ പറഞ്ഞത്, എന്റെ കൂടെ തൊട്ടടുത്ത് ചെയറിലുണ്ടായിരുന്നു. അങ്ങനെ രാത്രി പോവുകയാ. രാത്രി പോയിട്ട് തിയേറ്റർ തുറന്നു നോക്കുമ്പോ ആരാരുമില്ലാതെ ഇരുളത്ത് ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. ആ മനുഷ്യനെ കുളിപ്പിക്കാൻ പറ്റിയില്ല. സിനിമ കണ്ടിട്ട് അതേ ചെയറിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോയ അറ്റാക്കായ ചെറുപ്പക്കാരന് ഉരുണ്ടുപോയിരിക്കുകയാ. കാല് നിവർത്താൻ കഴിയുന്നില്ല, കൈ നിവർത്താൻ കഴിയുന്നില്ല, കുളിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ കുളിപ്പിച്ചിട്ട് ആ ഉണ്ടയായിട്ട് തന്നെ കബറിലേക്ക് അടക്കം ചെയ്തില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുആ നിങ്ങൾ മറക്കല്ലേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നൽ ഖാതിമ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുആ എന്തെന്നറിയോ? അല്ലാഹു ദുനിയാവിൽ ഇഷ്ടപ്പെട്ട 3 ദുആയിലൊരു ദുആയാണ്, അല്ലാഹുമ്മ അർസുഖ്നി തൗബതൻ നസൂഹാ. ശരിയായ തൗബ എനിക്ക് നൽകണേ അല്ലാ. ഖബലൽ മൗതി, മരണത്തിന് മുമ്പ് എനിക്ക് ശരിയായ തൗബ നൽകണേ. മൂന്നാമത്തെ ദിക്ർ, അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ദിക്ർ. നമ്മുടെ മനസ്സിന് ചാഞ്ചാട്ടമുണ്ടാകില്ലേ, നമ്മുടെ ഈമാന് തെറ്റിപ്പോകാതിരിക്കാൻ, അല്ലാഹുവിനെ കുറിച്ച് സംശയം വരാതിരിക്കാൻ, ഖബറിനെ കുറിച്ച് സംശയം വരാതിരിക്കാൻ, മഹ്ശറയെ കുറിച്ച് സംശയം വരാതിരിക്കാൻ, അതേ നീ അനുവദിക്കേണ്ട, അധികരിപ്പിക്കേണ്ട ദിക്ർ. അല്ലാഹുമ്മ ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്. സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നിലനിർത്തണേ അല്ലാഹ്. അലാ ദീനിക, നിന്റെ ദീനിന്റെ മേൽ നിലനിർത്തണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരു വിഷയം പറയട്ടെ, എന്നിട്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാ. നമുക്ക് ദുആ ചെയ്യാനുണ്ട്. ഏതാണെന്നറിയോ?
എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അർശിന്റെ താഴ്ഭാഗത്ത് നിധിയിൽ നിന്നുള്ള 2 ആയത്ത് നൽകിക്കൊണ്ട് സൂറത്തുൽ ബഖറ അവസാനിപ്പിക്കുന്നത് അർശിന്റെ താഴെ നിന്നുള്ള താഴ്ഭാഗത്ത് നിന്നുള്ള നിധിയിൽ നിന്നുള്ള 2 ആയത്താണ്. ഏതാണ് ആയത്തെന്നറിയോ? ആമനർ റസൂല് മുതലതിന്റെ അവസാനം വരെയാ. അത് നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ. മറക്കല്ല പെങ്ങള്, മറക്കല്ല പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ. ഇന്നത്തെ രാത്രി പോയിട്ട് നിങ്ങൾ കിടന്നുറങ്ങുമ്പോ ആമനർ റസൂല് ഓതാൻ മറക്കല്ലേ. എന്താ അതുകൊണ്ടുള്ള നേട്ടമെന്നറിയോ? അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാ. ആ സൂറത്തുൽ ബഖറന്റെ അവസാനം അവതരിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങളവ പഠിക്കുകയോ ഭാര്യ സന്തതികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ആമന റസൂല് എന്ന് പറയുന്നത് അത് നിസ്കാരവും ഖുർആനും പ്രാർത്ഥനയുമാണ്. അത് നിസ്കാരവും ഖുർആനും പ്രാർത്ഥനയുമോ. എന്റെ സഹോദരങ്ങളെ, അവ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയോ കാരുണ്യമാനായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. സ്വർഗത്തിൽ കടക്കണോ? അന്നത്തെ രാത്രി നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ സ്വർഗത്തിലാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ 3 ദുആ നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരികയും കിടന്നുറങ്ങുന്ന സമയത്ത് ആമനർ റസൂലു ബിമാ ആമനർ റസൂൽ അങ്ങോട്ട് ഓതുക. എന്റെ പ്രിയപ്പെട്ടവരെ, അത് സ്വർഗത്തിലെ നിധിയാണ്. അത് ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ. അത് മക്കൾക്ക് പഠിപ്പാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ കൈവിടല്ലേ. ഞാൻ നരകത്തില, അല്ലെങ്കിൽ ഞാൻ ഖബറിൽ നിന്ന് അദാബിന്ന് രക്ഷപ്പെടൂല. ഇനി ഞാൻ എന്തെന്ന് ചിന്തിക്കാതെ അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ്, ദിക്റ് പറഞ്ഞ്, സ്വലാത്ത് പറഞ്ഞ്, അല്ലാഹുവിനെ സ്തുതിച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് അനുവദിച്ചു തന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പ്രതീക്ഷ വെച്ചിട്ട് ജീവിക്കൂ. ആശ വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് നമുക്ക് പുഞ്ചിരിയോടെ മരിക്കാൻ കഴിയുമെത്രേ. ജനങ്ങൾ വരും, നമ്മുടെ മുഖം നോക്കുമെത്രേ. എന്നിട്ട് അങ്ങാടിയിൽ പോയിട്ട് പറയുമെത്രേ, എത്ര നല്ലൊരു മുഖമാണ്, എത്ര നല്ലൊരു മരണമാണ്, എത്ര നല്ലൊരു സുന്ദരനാണ്, അവന്റെ മുഖം കണ്ടാൽ ചുംബിക്കാൻ തോന്നുന്നു എന്ന് പറയില്ലേ. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതെന്താ? അബ്റാർ ലഫീ നഈം. അള്ളാന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗ ആർക്കുള്ളതെന്നറിയോ? അബ്റാരിങ്ങൾക്കുള്ളതാ. നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിച്ചാൽ നിനക്ക് സ്വർഗമാണുള്ളത്. അള്ളാന്റെ പള്ളിക്ക് കൊടുത്താൽ നിനക്ക് സ്വർഗമാവുള്ളത്. അള്ളാന്റെ മദ്രസക്ക് കൊടുത്താൽ നിനക്ക് സ്വർഗമാവുള്ളത്. വീട് കെട്ടിയിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്തവന് ഒന്ന് പൂർത്തീകരിച്ചു കൊടുത്താൽ അള്ളാന്റെ സ്വർഗം നിനക്കാവുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, 25 വയസ്സായി ഭർത്താവിന്റെ ചാരിത്രം പകരാൻ കഴിയാതെ ശ്വാസം മുട്ടി നിൽക്കുന്ന പാവപ്പെട്ട പെണ്ണിന്റെ ശരീരത്തിൽ മംഗല്യമാല ചാർത്താൽ നീയൊന്ന് സഹകരിച്ചാൽ അള്ളാന്റെ സ്വർഗം നിനക്കാവുള്ളത്.